ഇനി അടുത്ത വീഡിയോ നമ്മൾ സെൽ എസ് എ യൂണിറ്റ് ഓഫ് ലൈഫാണ്. സെൽ എസ് എ യൂണിറ്റ് ഓഫ് ലൈഫിൽ നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ സെല്ല് എസ് എ യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മൾ 8.4 പ്രോ കാരിയോട്ടിക് സെൽ ഓർക്കുക. അപ്പോൾ 8.4 പ്രോ കാരിയോട്ടിക് സെല്ല് നമ്മൾ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് 8.5.1 സെൽ മെമ്പറൈൻ, ദെൻ മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, റൈബോസോംസ്, ന്യൂക്ലിയസ്. ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാഠം കഴിയും. അപ്പോൾ ഇന്ന് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് പ്രോ കാരിയോട്ടിക് സെൽ. കാരിയോട്സ് എന്താണെന്നും യു കാരിയോട്സ് എന്താണെന്നും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 കിണ്ണം ക്ലാസിഫിക്കേഷൻ വീഡിയോയിൽ നമ്മൾ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രോ മീൻസ് പ്രിമിറ്റീവ്, കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. അപ്പോൾ പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് സെല്ലാണ് പ്രോ കാരിയോട്ടിക് സെൽ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമ്മളന്ന് പഠിക്കുകയുണ്ടായിരുന്നു ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ സെൽ സ്ട്രക്ചർ എന്ന് പറയുകയാണ്. ഒരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന സെൽ വാൾ എന്നാണ് നമ്മൾ അന്ന് പഠിച്ചത്. ഓർക്കുക, സെൽ വാൾ. ഇൻസൈഡ് ദ സെൽ വാൾ, സെൽ വാളിനുള്ളിലായിട്ട് പ്ലാസ്മ മെമ്പറൈൻ, ഇനി അതിനുള്ളിലായിട്ട് സൈറ്റോപ്ലാസം, പിന്നെ അതിനകത്ത് DNA നമ്മൾ പഠിക്കുന്നു. ഇനി നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ദ പാർട്സ് ഓഫ് ദി prokaryotic cell. Prokaryotic cell. An example ബാക്ടീരിയ ആണ്. ബാക്ടീരിയയുടെ ഷേപ്പൊക്കെ നമ്മൾ അന്ന് പറയുകയുണ്ടായി. കോക്കസ് എന്താണ്, സ്പെറിക്കൽ ബാക്ടീരിയം കോക്കസ്, റോഡ് ഷേപ്പ്ഡ് ബാസിലസ്, സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറില്ലം, കോമ ഷേപ്പ്ഡ് വിബ്രിയോ, ഇതൊക്കെ നമ്മളന്ന് പഠിക്കുകയുണ്ടായി. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇതിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം നോക്കാം. പ്രോകാരിയോട്ടിക് സെല്ലിൽ ഒന്നാമത്തെ ഭാഗമാണ് സെൽ എൻവലപ്പ്. ഓർക്കുക, സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 പാർട്സ് ആണ്. എൻവലപ്പ് മീൻസ് കവറിങ് ആണ്. അപ്പോൾ ഈ സെല്ലിനെ കവർ ചെയ്ത് 3 ഭാഗങ്ങളുണ്ടെന്ന് അർത്ഥം. അതിലൊന്നാമത്തെ ഭാഗം, ഏറ്റവും ഔട്ടറായി കാണപ്പെടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോകാലിക്സ്. ഇത് ഔട്ടർ മോസ്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് സെൽ വാൾ, കോശഭിത്തി. ഇനി മൂന്നാമത്തെ ഭാഗമാണ് പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ. പ്ലാസ്മ മെമ്പറൈൻ എന്നോ സെൽ മെമ്പറൈൻ എന്നോ പറയാം. കോശസ്തരമെന്നോ മർമ്മസ്തരമെന്നോ പറയാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് പാർട്ട് ഗ്ലൈക്കോകാലിക്സ്. അപ്പോൾ ഈ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ ഓർക്കണം, ഇപ്പോൾ ഒരു ബാക്ടീരിയ, ഈ ബാക്ടീരിയയുടെ പുറമെയായിട്ട് കാണപ്പെടുന്ന കവറിങ് ആണ് ഗ്ലൈക്കോകാലിക്സ്. ഇത് 2 രീതിയിലുണ്ടാകാം. ഒന്ന്, ഒരു ലൂസ് ഷീത്തായിട്ട് കാണാം. ഓർക്കണം, നമ്മൾ ആദ്യം പഠിക്കുന്നത് ഗ്ലൈക്കോകാലിക്സ് ആണ്. ഇതൊരു ലൂസ് ലെയറായിട്ട് കാണാം, അല്ലെങ്കിൽ ലൂസ് ഷീത്തായിട്ട് കാണാം. അതിനെ നമുക്ക് സ്ലൈമി ലെയർ എന്ന് വിളിക്കാം. ആൻഡ് ആൾസോ ഇറ്റ് മേ ഒക്കർ ആസ് തിക്ക് ആൻഡ് ടഫ് ലെയർ. തിക്ക്, ചില കേസിൽ അത് തിക്കായിരിക്കാം, അല്ലെങ്കിൽ ടഫായിരിക്കാം, കട്ടിയുള്ളതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഗ്ലൈക്കോകാലിക്സ് 2 തരമാകാം. ലൂസ് ലെയർ ആണെങ്കിൽ സ്ലൈമി ലെയർ, തിക്ക് ആൻഡ് ടഫ് ആണെങ്കിൽ ക്യാപ്സ്യൂൾ. ഇനി ഗ്ലൈക്കോകാലിക്സ് ഈസ് മെയ്ഡപ്പ് ഓഫ്, ഇതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക? മെയ്ഡപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ്. നമ്മളത് പഠിക്കും, ബയോമോളിക്യൂൾസിൽ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. സാക്കറൈഡ് എന്ന് വെച്ചാൽ ഷുഗർ കോമ്പൗണ്ട്സ് ആണ്. ധാരാളം ഷുഗർ കോമ്പൗണ്ട് ചേരുമ്പോൾ അതിനെയാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്. ഇതൊക്കെ പോളിസാക്കറൈഡ് ആണ്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോളിസാക്കറൈഡ്സും ആൻഡ് ലിറ്റിൽ പ്രോട്ടീൻ, മാംസ്യവും മെയിനായിട്ട് പോളിസാക്കറൈഡ് ആണ്, പിന്നെ അതിനകത്ത് പ്രോട്ടീൻസും ഉണ്ടാകും. അപ്പോൾ അതാണ് ഗ്ലൈക്കോകാലിക്സ്.
ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഗ്ലൈക്കോകാലിക്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടാണ്, ഓർക്കുക, ദ നെക്സ്റ്റ് പാർട്ട് സെൽ വാൾ. ഇപ്പോൾ ഗ്ലൈക്കോകാലിക്സ് ഈസ് ഓവർ, ദ നെക്സ്റ്റ് പാർട്ട് ഈസ് സെൽ വാൾ. സെൽ വാൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയറാണ്, ഓർക്കണം. അപ്പോൾ ഇത് ഗ്ലൈക്കോകാലിക്സ് ആണെങ്കിൽ അതിനുള്ളിലായിട്ട് കാണപ്പെടുന്ന ലെയറാണ് സെൽ വാൾ, ഓർക്കുക. അപ്പോൾ ഇത് ഗ്ലൈക്കോകാലിക്സ് ആണെങ്കിൽ ഇത് സെൽ വാളാണ്. അപ്പോൾ സെൽ വാളിൻ്റെ പ്രത്യേകത എന്താണ്? അത് സെക്കൻഡ് ലെയറാണ്, ഓർക്കുക. രണ്ടാമത്തെ ലെയറാണ് സെൽ വാൾ, സെക്കൻഡ് ലെയർ. ഇനി ഈ സെൽ വാളിൻ്റെ പ്രത്യേകത എന്താണ്? സെൽ വാളാണ് സെൽ വാള് ഗീവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ സെൽ. ഈ ബാക്ടീരിയ സെല്ലിന് പ്രത്യേക ഷേപ്പ് കൊടുക്കുന്നത് സെൽ വാളാണ്. ആൻഡ് ആൾസോ ഗീവ് എ സ്ട്രോങ് മെക്കാനിക്കൽ സപ്പോർട്ട്. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് യാന്ത്രികമായ ബലം കൊടുക്കുന്നുണ്ട് ടു പ്രിവെൻറ്റ് ബാക്ടീരിയ ഫ്രം ബേസ്റ്റിംഗ് ആൻഡ് കൊളാപ്സിങ്. എന്ന് വെച്ചാൽ ബാക്ടീരിയ ചിതറിപ്പോകാതിരിക്കാനും അല്ലെങ്കിൽ കൊളാപ്സിങ് തകർന്നടിയാതെയും ഇരിക്കാൻ, അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ സെൽ വാളാണ്. അപ്പോൾ സെൽ വാളിൻ്റെ ഫങ്ഷൻ നോക്കാം. സെൽ വാൾ സെക്കൻഡ് ലെയറാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് പെർഫോം ഷേപ്പ് ഓഫ് സെൽ. ഇപ്പോൾ സെല്ലിന് പർട്ടിക്കുലർ ഷേപ്പ് കൊടുക്കുന്നത് സെൽ വാളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആൾസോ ഗീവ് എ സ്ട്രോങ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഗീവ് എ സ്ട്രോങ് മെക്കാനിക്കൽ, യാന്ത്രികമായ മെക്കാനിക്കൽ സപ്പോർട്ട്. എന്തിനുള്ള സപ്പോർട്ടാണ്? ടു പ്രിവെൻറ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ ബാക്ടീരിയം ഫ്രം ബേസ്റ്റിംഗ്, പൊട്ടിച്ചിതറാതിരിക്കാൻ, ആൻഡ് കൊളാപ്സിങ്, തകർന്നടിയാതിരിക്കാൻ. ഓർക്കുക, ഇതാണ് സെൽ വാളിൻ്റെ പ്രത്യേകത, സെൽ വാളിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ രണ്ടാമത് സെൽ വാൾ പറഞ്ഞു, ഒന്നാമത് ഗ്ലൈക്കോകാലിക്സ് പറഞ്ഞു. ഇനി അടുത്ത ലെയറാണ്, ഓർക്കുക, മൂന്നാമത്തെ ലെയറാണ്. ഇതിനുള്ളിലായിട്ട് സെൽ വാളിനുള്ളിലായിട്ടുള്ള മൂന്നാമത്തെ ലെയറാണ് ദാറ്റ് ഈസ് പ്ലാസ്മ മെമ്പറൈൻ ഓർ സെൽ മെമ്പറൈൻ. ഇതാണ് പ്ലാസ്മ മെമ്പറൈൻ. അപ്പോൾ ഇത് മൂന്നൂടെ ചേരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? സെൽ എൻവലപ്പ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക, സെൽ വാളിനുള്ളിലായി കാണപ്പെടുന്ന മെമ്പറൈനാണ്. അപ്പോൾ പ്ലാസ്മ മെമ്പറൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യൂകാരിയോട്സിനെ പഠിക്കും. യൂകാരിയോട്സിലെ തന്നെ പോലെ തന്നെയാണ് ഇതിലെയും പ്ലാസ്മ മെമ്പറൈൻ. യൂകാരിയോട്സ് അല്ലെങ്കിൽ ഇതിനുള്ളിൽ പ്ലാസ്മ മെമ്പറൈനുള്ളിൽ കാണപ്പെടുന്നത് സൈറ്റോപ്ലാസമാണ്. സൈറ്റോപ്ലാസത്തിൻ്റെ ബൗണ്ടറി, ഇതിനുള്ളിൽ നമ്മൾ കാണുന്ന എന്താണ്? സൈറ്റോപ്ലാസമാണ്. ഫ്ലൂയിഡ് മാട്രിക്സ് ആണ് സൈറ്റോപ്ലാസം, കോശദ്രവ്യം. ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ബൗണ്ടറിയാണ് പ്ലാസ്മ മെമ്പറൈൻ. അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈനെ നമുക്ക് സൈറ്റോപ്ലാസ്മിക് മെമ്പറൈൻ എന്നും വിളിക്കാം, അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ പ്ലാസ്മ മെമ്പറൈൻ്റെ പ്രത്യേകത എന്താണ്? ഓർക്കുക. അപ്പോൾ മൂന്നാമത്തെ ഭാഗം പ്ലാസ്മ മെമ്പറൈൻ, അത് ബൗണ്ടറി ഓഫ് സൈറ്റോപ്ലാസമാണ്. ബൗണ്ടറി ഓഫ് സൈറ്റോപ്ലാസം. ഇറ്റ് ഈസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ. അതൊക്കെ നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കുന്നുണ്ട്, എങ്കിലും ഓർക്കുക, സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ. Because it allows the flow of only certain molecules through it. ചില പ്രത്യേക പദാർത്ഥങ്ങളെ, തന്മാത്രകളെ മാത്രമാണ് അത് കടത്തിവിടുക. അതുകൊണ്ടാണ് അതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്ന് വിളിക്കുക. ഇനി ഇത് സിമിലർ ടു യൂകാരിയോട്സ് ആണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പ്ലാസ്മ മെമ്പറൈൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അന്നേരം ഇത് നമുക്കൊന്നുകൂടെ കാണാൻ കഴിയും. അപ്പോൾ പ്ലാസ്മ മെമ്പറൈൻ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ബൗണ്ടറി ഓഫ് സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു ബൗണ്ടറിയാണ്. അത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈനാണ്.
അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് ചില പ്രത്യേക പദാർത്ഥങ്ങളുടെ തന്മാത്രകളെ മാത്രമേ അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ കടത്തിവിടത്തുള്ളൂ. ഇനി സിമിലർ ടു യൂകാരിയോട്സ്. ഇപ്പോൾ നമ്മൾ പ്രോകാരിയോട്സിൻ്റെ പ്ലാസ്മ മെംബ്രെയിന് അത് ഏതിന് സിമിലറാണ്? യൂകാരിയോട്സിൻ്റെ പ്ലാസ്മ മെംബ്രെയിനുമായി സിമിലറാണെന്നാണ് പറയുക. ഓർക്കുക. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു, ഓർക്കണം. ഏതൊക്കെയാണ്? സെൽ എൻവലപ്പേ ആയിട്ടുള്ളൂ. സെൽ എൻവലപ്പ് 3 ഭാഗങ്ങൾ: ഗ്ലൈക്കോകാലിസ്, സെൽ വാള്, പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഓർക്കുക, ഈ സെൽ വാളിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ബാക്ടീരിയകളെ സ്റ്റെയിൻ ചെയ്യാം. സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സ്റ്റെയിനിങ്. സ്റ്റെയിനിങ് മീൻസ് നിറം കൊടുക്കുക. നമ്മൾ എന്തിനാണ് നിറം കൊടുക്കുന്നത്? സ്റ്റെയിനിങ്, കളർഫുൾ ആക്കുക. അപ്പോൾ നമ്മൾ പലതരം കളേഴ്സ് നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ പലതരം കളേഴ്സ് കൊടുക്കുന്നത് അത് അട്രാക്റ്റീവ് ആകാനാണ്, അല്ലെങ്കിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ അതേപോലെ ബാക്ടീരിയ നമുക്ക് സ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം സ്റ്റെയിനിങ്. ഗ്രാം സ്റ്റെയിനിങ്. എന്താണ് ഈ ഗ്രാം സ്റ്റെയിനിങ്? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്ടീരിയകളെ സ്റ്റെയിൻ ചെയ്യുക, എന്ന് വെച്ചാൽ നിറം കൊടുക്കുക. ഇനി ഗ്രാം സ്റ്റെയിൻ എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഈ സ്റ്റെയിനിങ് ടെക്നിക് അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് ഓഫ് ബാക്ടീരിയ, ആ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് ക്രിസ്റ്റ്യൻ ഗ്രാം എന്നൊരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക് ഈസ് ഡെവലപ്ഡ് ബൈ ക്രിസ്റ്റ്യൻ ഗ്രാം. ഇൻ 1884 ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രാം സ്റ്റെയിനിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ അല്ലെങ്കിൽ നിറം കൊടുക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. അപ്പോൾ വയലറ്റ് കളറാണ് ക്രിസ്റ്റൽ വയലറ്റ്. ഈ ക്രിസ്റ്റൽ വയലറ്റിനെ ഗ്രാം സ്റ്റെയിൻ എന്ന് പറയും. ഗ്രാം സ്റ്റെയിൻ. അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് നമ്മൾ നിറം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 തരം ബാക്ടീരിയകൾ ഉണ്ടാകും. അതെന്ന് വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് സ്റ്റെയിനബിലിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്റ്റ്യൻ ഗ്രാമിൻ്റെ സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് നമ്മൾ ബാക്ടീരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2 തരം ബാക്ടീരിയ ഉണ്ടാകും. അപ്പോൾ ബേസ്ഡ് ഓൺ സ്റ്റെയിനിങ് ബാക്ടീരിയ മേ ബി ഓഫ് 2 kinds. ഒന്ന് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ്. എന്താണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ? വേറൊന്നുമല്ല, നമ്മൾ ഈ ക്രിസ്റ്റ്യൻ വയലറ്റ് സ്റ്റെയിൻ ബാക്ടീരിയയിൽ ആഡ് ചെയ്യുമ്പോൾ ചില ബാക്ടീരിയയ്ക്ക് നിറം പിടിക്കും. അപ്പോൾ ദോസ് ബാക്ടീരിയ ദാറ്റ് റീടൈൻ, നിറം പിടിക്കുന്ന, റീടൈൻ ദ കളർ ഓഫ് സ്റ്റെയിൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ്, നിറം പിടിക്കുന്ന ബാക്ടീരിയയാണ് ഗ്രാം പോസിറ്റീവ്. ഒരു എക്സാമ്പിൾ പറയാം. ബാസിലസ് സബ്റ്റിലിസ്. ഇത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഇനി അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ടൈപ്പാണ്, 2ാമത്തെ ടൈപ്പാണ് ഗ്രാം നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കാം. കാരണം ഇത് കളർ പിടിക്കുന്നുവെങ്കിൽ ഇതെന്താണ്? കളർ പിടിക്കില്ല. ദോസ് ബാക്ടീരിയം ദാറ്റ് ലൂസ് ദ കളർ ഓഫ് സ്റ്റെയിൻ. അപ്പോൾ ഇത് സ്റ്റെയിൻ പിടിക്കത്തില്ല, അല്ലെങ്കിൽ സ്റ്റെയിൻ്റെ കളർ നഷ്ടപ്പെടുത്തും. അതിനെയാണ് നമ്മൾ ഗ്രാം നെഗറ്റീവ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് ഈക്കോളി ബാക്ടീരിയ. അത് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ്. എസ്തെരീച്ചിയ കോളി എന്നല്ലെങ്കിൽ ഈക്കോളി എന്ന് പറയും. ഓർക്കുക, ബേസ്ഡ് ഓൺ സ്റ്റെയിനിങ് ബാക്ടീരിയ മേ ബി ഓഫ് 2 kinds. അത് സെൽ വാളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്. അപ്പോൾ നമ്മൾ സെൽ എൻവലപ്പും അതിൻ്റെ പ്രത്യേകതകളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ സെൽ എൻവലപ്പാണ്. ഓക്കെ, അപ്പോൾ സെൽ എൻവലപ്പ് പറഞ്ഞു. ഇനി അടുത്ത ഭാഗം ഏതാണ്? ഈ സെൽ എൻവലപ്പിൽ തന്നെ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും ചില ഇൻഫോൾഡിങ്സ്, ഉൾമടക്കുകൾ എന്ന് പറയും. ഇതിൽ നിന്ന് ചില ഉൾമടക്കുകൾ ഇതിനുള്ളിലേക്ക് കാണപ്പെടും, അല്ലെങ്കിൽ ഇൻഫോൾഡിങ്സ്. അതിനെ നമുക്ക് മെംബ്രൈനസ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോണത് മെംബ്രൈനസ് സ്ട്രക്ചർ. സെൽ എൻവലപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓർക്കുക. ഇപ്പോൾ സെൽ എൻവലപ്പ് നമ്മൾ ഗ്ലൈക്കോകാലിക്സ്, സെൽ വാള്, പ്ലാസ്മ മെംബ്രൈൻ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണത് മെംബ്രൈനസ് സ്ട്രക്ചേഴ്സാണ്, ഓർക്കുക. അപ്പോൾ 2ാമത്തെ ഭാഗം, ഒന്ന് സെൽ എൻവലപ്പ്, ഇനി 2ാമത്തത് മെംബ്രൈനസ്
സ്ട്രച്ചേഴ്സ്. മെമ്പറൈൻ സ്ട്രച്ചേഴ്സ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫോൾഡിങ്സ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മീസോസോംസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, എന്താണ് മീസോസോം? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എക്സ്റ്റെൻഷൻസ് ഓർ ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെമ്പറൈൻ. ഓർക്കണം, ഇതിപ്പോൾ പ്ലാസ്മ മെമ്പറൈൻ ആണെങ്കിൽ ഇതിപ്പോൾ പ്ലാസ്മ മെമ്പറൈൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി വരും. ഓർക്കുക, അപ്പോൾ ഇത് സൈറ്റോപ്ലാസം ഉള്ളിലേക്ക്, ഇവിടുന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ സൈറ്റോപ്ലാസിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റൻഷൻ, തള്ളൽ, അല്ലെങ്കിൽ ഇൻഫോൾഡിങ്, മടക്കുകൾ, ഉൾമടക്കുകൾ, അതാണ് പറയുക. അപ്പോൾ മീസോസോംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻഫോൾഡിങ്സ് ഓർ extensions infoldings or extensions of plasma membrane into the cell അല്ലെങ്കിൽ into the cytoplasm. ഇനി അതെങ്ങനെയൊക്കെ കാണാം? ഇൻ ദ ഫോം ഓഫ്, ഈ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇൻഫോൾഡിങ്സ് എന്തിൻ്റെയൊക്കെ രൂപത്തിലാണ്? ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ്, tubules and lamellae. ഓർക്കുക, 3 രൂപത്തിൽ കാണപ്പെടാം. എന്താണ് ഈ വെസിക്കിൾസ് എന്ന് വെച്ചാൽ? വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റീസ്, ഇങ്ങനെ അറകളായി കാണും. ട്യൂബ്യൂൾസ് എന്ന് വെച്ചാൽ ഇറഗുലാർ ക്യാവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ട്യൂബ്യൂൾസ്. ഇനി ലാമെല്ലെ എന്ന് വെച്ചാൽ ഫ്ലാറ്റൻഡ് സാക്സിനെയാണ്, പരന്ന സാക്സിനെയാണ് ലാമെല്ലെ എന്ന് പറയുക. ഓർക്കുക, അപ്പോൾ മീസോസോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ മീസോസോംസ്? ദേ ആർ ഇൻഫോൾഡിങ്സ് ഓർ എക്സ്റ്റൻഷൻസ് ഓഫ് പ്ലാസ്മ മെമ്പറൈൻ ഇൻ ദ സെൽ ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലെ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മീസോസോം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ഓർക്കുക. ഒന്ന്, ഹെൽപ്പർ ഇൻ സെൽ വാൾ ഫോർമേഷൻ. ഓർക്കുക, ഹെൽപ്പർ ഇൻ സെൽ വാൾ ഫോർമേഷൻ. ബാക്ടീരിയൽ സെൽ വാൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെൽ വാൾ ഫോർമേഷൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി 2, ഇറ്റ് ഹെൽപ്പ് DNA റെപ്ലിക്കേഷൻ. DNA ഇരട്ടിക്കൽ. ബാക്ടീരിയ സെല്ല് വിഭജിക്കുമ്പോൾ അത് ഇരട്ടിക്കും. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇരട്ടിച്ച് 2 സൈഡിലേക്കും പോകും, അതാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ്. ഒരു ബാക്ടീരിയ സെല്ല് മുറിഞ്ഞ് 2 ബാക്ടീരിയ സെല്ലായി മാറുമ്പോൾ അതിൻ്റെ DNA ഇരട്ടിക്കുകയും അത് 2 ഡോട്ടർ സെല്ലിലേക്ക് കൈമാറുകയും ചെയ്യും. അതിന് മീസോസോം സഹായിക്കും. ഇനി 3rd ഫങ്ഷൻ, ഇറ്റ് ആൾസോ ഹെൽപ്പ് ഇൻ റെസ്പിറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽപ്പ് ഇൻ റെസ്പിറേഷൻ. ഇപ്പോൾ ഈ അർത്ഥം നമ്മൾ യൂക്കാരിയോട്ടിക് സെല്ലാണ് പറയുന്നത്. യൂക്കാരിയോട്ടിക് സെല്ലാണെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? മൈറ്റോകോൺഡ്രിയൽ വെച്ചാണ്. എന്നാൽ ബാക്ടീരിയ പോലുള്ള പ്രോകാരിയോട്ടിക് സെല്ലിൽ റെസ്പിറേഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? മീസോസോമിലാണ്. കാരണം അവിടെ മൈറ്റോകോൺഡ്രിയ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇനി 4th ഫങ്ഷനാണ് ഹെൽപ്പ് ഇൻ സെക്രീറ്ററി പ്രോസസ്. ഓർക്കുക, സെക്രീറ്ററി മീൻസ് എന്താണ്? സെക്രീഷൻ, ഉൽപാദനം. ഇപ്പോൾ ഒരു ഗ്ലാൻഡ് സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസുകളെ അതൊരു സെക്രീഷനാണ്. അപ്പം ഇപ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസ്, ഇപ്പോൾ ലിവർ സെക്രീറ്റ് ബൈൽ. അതേപോലെ ഉൽപാദനം, സെക്രീഷൻ മീൻസ് ഉൽപാദനം. അപ്പം മീസോസോം സെക്രീറ്ററി പ്രോസസ്സിന് സഹായിക്കുന്നു. ആൻഡ് ആൾസോ ഹെൽപ്പ് ടു ഇൻക്രീസ് ഇൻ പ്ലാസ്മ മെമ്പറൈൻ സർഫസ് ഏരിയ എന്ന് പറയും. ഇൻക്രീസ് സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെമ്പറൈൻ്റെ സർഫസ് ഏരിയ അത് ഇൻക്രീസ് ചെയ്യും. പ്ലാസ്മ മെമ്പറൈൻ ഇൻഫോൾഡിംഗ് ആണ്. ആൻഡ് എൻസൈമാറ്റിക് കണ്ടന്റ്. അങ്ങനെ എൻസൈമിന് കാരണം സൈറ്റോപ്ലാസ്റ്റിൽ ധാരാളം എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് റിയാക്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള സ്ഥലം വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മീസോസോം. വാട്ട് ആർ ദി? ഒന്ന്, ഹെൽപ്പ് ഇൻ സെൽ വാൾ ഫോർമേഷൻ, DNA replication and distribution to daughter cells, help in respiration, help in secretory process, help to increase surface area of plasma membrane and also enzymatic content. അപ്പോൾ എനിവേ മീസോസോംസ് ആർ ഓവർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെമ്പറൈനസ് സ്ട്രക്ചേഴ്സ് 1 മീസോസോമാണ്. ഇനി 2 ഒന്നും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ക്രൊമാറ്റോഫോർസ്.
ഈ ക്രൊമാറ്റോഫോർസ് എന്ന് പറഞ്ഞാലും മെംബ്രൈനസ് എക്സ്റ്റൻഷൻ തന്നെയാണ്. മെംബ്രൈനസ് എക്സ്റ്റൻഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ് ഇൻ ടു ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസിലേക്കുള്ള എക്സ്റ്റൻഷനാണ്. പക്ഷേ എൻ്റെ പ്രത്യേകത ഇതിനുള്ളിൽ വിത്ത് പിഗ്മെൻറ്റ്സ്, വർണ്ണ വസ്തുക്കൾ, ഇതിനകത്ത് വർണ്ണ വസ്തുക്കൾ ഉണ്ടാകും. അപ്പോൾ ഇത് ഫൗണ്ട് ഇൻ സയാനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗി. ബ്ലൂ പിഗ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫൈക്കോസയാനിൻ, പിന്നെന്താണ് ബ്ലൂ ഗ്രീൻ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ. അപ്പോൾ ഈ പിഗ്മെൻറ്റ് കാണപ്പെടുന്ന എന്താണ് എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ മെംബ്രൈനസ് സ്ട്രക്ചേഴ്സാണ് ക്രൊമാറ്റോഫോർസ്. അപ്പോൾ ഓക്കെ, മെംബ്രൈനസ് സ്ട്രക്ചേഴ്സ് ടു കൈൻഡ്സ്. ദ ഫസ്റ്റ് വൺ മീസോസോം, സെക്കൻഡ് വൺ ക്രൊമാറ്റോഫോർസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഇത് മീസോസോംസ് ആണ്. പിന്നെ ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് സൈറ്റോപ്ലാസമാണ്. ഓർക്കുക, സൈറ്റോപ്ലാസം. അപ്പോൾ നമ്മളൊന്ന് സെൽ എൻവലപ്പ് പറഞ്ഞു, 2 മെംബ്രൈനസ് സ്ട്രക്ചേഴ്സ് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ 3 സൈറ്റോപ്ലാസമാണ് പറയുന്നത്. ഇനി സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് വേണേൽ പറയാം. സെമി ഫ്ലൂയിഡ്, അർദ്ധ ദ്രാവകാവസ്ഥ. സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, അടിസ്ഥാനം. സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. ഇനി അതിനുള്ളിൽ 2 കാര്യങ്ങൾ കാണാൻ പ്രധാനമായിട്ട് ഓർക്കുക. ഒന്ന്, റൈബോസോംസ്. പ്രധാനമായി റൈബോസോംസ് എന്ന് വെച്ചാൽ സെൽ ഓർഗനൽസ് ആണ്, അല്ലെങ്കിൽ കോശാംഗങ്ങളാണ്. പക്ഷേ ഈ കോശാംഗങ്ങൾ ശരിക്കും മെംബ്രൈനസ് സെൽ ഓർഗനൽസ്, മെംബ്രൈനാൽ പൊതിഞ്ഞിട്ടുള്ള കോശാംഗങ്ങൾ നമ്മുടെ ഈ പ്രോകാരിയോട്ടിക് സെല്ലിലില്ല. പിന്നെ നോൺ മെംബ്രൈനസ് ആണ്. ഇപ്പോൾ റൈബോസോംസ് നോൺ മെംബ്രൈനസ് ആണ്. ഇപ്പോൾ യൂകാരിയോട്സിലും പ്രോകാരിയോട്സിലും ഉള്ള ഒരേ ഒരു സെൽ ഓർഗനൽ റൈബോസോംസ് ആണ്. ഇനി ഈ റൈബോസോംസ് എവിടെയാണ് കാണുക? അസോസിയേറ്റഡ് വിത്ത് പ്ലാസ്മ മെംബ്രൈൻ, പ്ലാസ്മ മെംബ്രൈനുമായി കാണപ്പെടും. ഇനി ഈ റൈബോസോമ 70S റൈബോസോം എന്നാണ് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ബയോമോളിക്യൂൾസിൽ ഒന്നുകൂടെ പറയും. 70S റൈബോസോംസ് ആണ് ഈ പ്രോകാരിയോട്സിൽ കാണുക. ഈ 70S റൈബോസോംസിന് 2 യൂണിറ്റ് ഉണ്ടാകും. ഒരു ബിഗർ യൂണിറ്റും ഉണ്ടാകും, ബിഗർ യൂണിറ്റ് ആൻഡ് ആൾസോ സ്മാളർ യൂണിറ്റ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സെഡ്ബർഗ് അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ സെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയും. അത് റൈബോസോമിനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നുണ്ട്. എന്തായാലും 70S റൈബോസോമിൻ്റെ ബിഗർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന് 50S വരും. സ്മാളർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 30S വരും. പക്ഷേ ടോട്ടൽ പറയുമ്പോൾ 70S വരത്തുള്ളൂ. അപ്പോൾ ഈ റൈബോസോമാണ് പ്രോകാരിയോട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്? യു നോ വാട്ട് ഈസ് എ ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ്, മാംസ സംശ്ലേഷണം. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ദീസ് റൈബോസോംസ് may group together, which is called a polyribosomes അല്ലെങ്കിൽ പോളിസോംസ് എന്നും പറയും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് റൈബോസോമിനെയാണ് പോളിറൈബോസോംസ് അല്ലെങ്കിൽ പോളിസോംസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ 1 റൈബോസോം പറഞ്ഞു. ഇനി 2 ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയും. ഇൻക്ലൂഷൻ ബോഡീസ്. കാരണം ഇതിനകത്ത് ഓർക്കുക, ഇതിനകത്ത് നമ്മൾ ഇപ്പം റൈബോസോംസ് എന്ന് പറയുമ്പോൾ ഇതാണ് പ്ലാസ്മ മെംബ്രൈനുമായി ചേർന്ന് കാണപ്പെടും. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുഡ് മെറ്റീരിയൽസ് ആണ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇൻക്ലൂഷൻ ബോഡീസ് ആർ റിസർവ് മെറ്റീരിയൽസ്. വിത്തൗട്ട് മെംബ്രൈൻ ആണ്. അതിനെ സറൗണ്ട് ചെയ്ത് മെംബ്രൈൻ ഉണ്ടാകില്ല. റിസർവ് മെറ്റീരിയൽ വിത്തൗട്ട് മെംബ്രൈൻ ആണ്. ഓർക്കുക, ഇൻക്ലൂഷൻ ബോഡീസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്. ഇപ്പോൾ ഫോസ്ഫേറ്റ് ഉള്ളതാ, ഓർക്കുക, ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, സയാനോഫൈസിയൻ ഗ്രാന്യൂൾസ്. ഓക്കെ, ഇനി ഗ്ലൈക്കോജൻ നമ്മൾ ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്,
ആൻഡ് ആൾസോ ഗ്യാസ് വാക്യൂൾസ്. ഇത് ഗ്യാസ് വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് വാക്യൂൾസ്. അപ്പോൾ പ്രധാനമായും ഇതാണ് ഓർക്കുക: ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, സയനോഫേസിയൻ ഗ്രാന്യൂൾസ്, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്. ആൻഡ് ആൾസോ പ്രോകാരിയോട്ടിക് സെൽ കണ്ടെയ്ൻ ഗ്യാസ് ഫിൽഡ് വാക്യൂൾ, എന്നുവെച്ചാൽ ഗ്യാസ് നിറഞ്ഞ അറകളും കാണപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സൈറ്റോപ്ലാസം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് 4. ഇതിൻ്റെ ഓർക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ന്യൂക്ലിയസ് നമ്മൾ പറയുകയുണ്ടായത് പ്രോകാരിയോട്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ DNA സ്ട്രാൻഡാണ്. ഇതിനെ നമ്മൾ ബാക്ടീരിയൽ ക്രോമസോം എന്നാണ് പറയുക, DNA സ്ട്രാൻഡ്. അപ്പോൾ ഓർക്കണം, 4ാമത്തെ പാർട്ടാണ്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് അല്ലെങ്കിൽ DNA സ്ട്രാൻഡ്. കാരണം ഇത് സെല്ലാണെങ്കിൽ നമുക്കറിയാം അതിനകത്തൊരു ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് അല്ലെങ്കിൽ പ്രോകാരിയോട്സിന് ഡി നോട്ട് ഹാവ് എ മെമ്പറൈൻ ബൗണ്ടഡ് ന്യൂക്ലിയസ്. മെമ്പറൈനാൽ പൊതിഞ്ഞിട്ടുള്ള ന്യൂക്ലിയസ് ഇതിനകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് സെൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ DNA സ്ട്രാൻഡ്സ് ആണ്. ആ DNA സ്ട്രാൻഡ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയുക. DNA സ്ട്രാൻഡ്സ് വിത്തൗട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയും. ഓർക്കുക, DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതിനകത്ത് നോർമലി ഒരു പ്രോട്ടീൻ ഉണ്ട്, അത് ഹിസ്റ്റോൺ ആണ്. പക്ഷേ ഇവിടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിന് ന്യൂക്ലിയോയിഡ് എന്ന പേര് വിളിക്കുക. അപ്പോൾ നോക്കുക, ഇതാണ് DNA സ്ട്രാൻഡ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോം. എന്നാൽ ഇൻ അഡീഷൻ ടു DNA സ്ട്രാൻഡ് സം ബാക്ടീരിയ കണ്ടെയ്ൻ അനദർ സർക്കുലാർ DNA. ഓർക്കുക, സർക്കുലാർ DNA കാണപ്പെടാം. ഈ സർക്കുലാർ DNA വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. ഓർക്കണം. അപ്പം ഇൻ അഡീഷൻ ടു DNA സ്ട്രാൻഡ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോം സം ബാക്ടീരിയ കണ്ടെയ്ൻ അനദർ സർക്കുലാർ DNA. സർക്കുലാർ DNA വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. സർക്കുലാർ. ഇൻ അഡീഷൻ ടു DNA അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോം സർക്കുലാർ DNA. Some bacteria contain circular DNA called plasmid. ഈ പ്ലാസ്മിഡിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പെർഫോം റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്. നിങ്ങൾക്കറിയാം, ഈ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന കെമിക്കലാണ് ആൻറ്റിബയോട്ടിക്. എന്നാൽ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം നൽകാൻ ഈ പ്ലാസ്മിഡ് സഹായിക്കും. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് ടു റെസിസ്റ്റ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക് എന്ന കെമിക്കൽ രാസപദാർത്ഥത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ പ്ലാസ്മിഡ് ബാക്ടീരിയകൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോയിഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ചില ബാക്ടീരിയകൾ അവയ്ക്ക് ചുറുചുറുക്കോടെ അവർക്ക് ലിക്വിഡ് മീഡിയത്തിൽ സഞ്ചരിക്കാൻ കഴിയും. മോട്ടിലിറ്റി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഇതിൻ്റെ സെൽവാളിൽ നിന്ന്, ഇത് സെൽ എൻവലപ്പാണ്, സെൽവാളിൽ നിന്നും ചില ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സ് പുറത്തേക്ക് കാണപ്പെടും. അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ലോക്കോമോട്ടറി ഓർഗാൻ എന്ന് വിളിക്കുക. ഈ ലോക്കോമോട്ടറി ഓർഗാനെ വിളിക്കുന്ന പേരാണ് ഫ്ലജല്ല. ഒരെണ്ണം ആണെങ്കിൽ ഫ്ലജല്ലം. ഓർക്കുക. ഇനി ഫ്ലജല്ലത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്? അപ്പോൾ ഫ്ലജല്ലം എന്ന് പറഞ്ഞാൽ ലോക്കോമോട്ടറി ഓർഗാനാണ്. അടുത്ത സ്ട്രക്ചർ എന്താണ്? ഫ്ലജല്ലം. ഓർക്കുക. അപ്പോൾ മൊട്ടൈൽ ബാക്ടീരിയൽ സെല്ലിലാണ് ഫിലമെൻ്റസ് എക്സ്റ്റൻഷൻ എന്ന് പറയാം. അതാണ് ഫ്ലജല്ലം. ഇനി ഈ ഫ്ലജല്ലത്തിന് 3 പാർട്സ് ഉണ്ടാകും. ഓർക്കുക. അപ്പോൾ ഇത് സെൽവാളാണെങ്കിൽ സെൽവാളിന് വെളിയിലേക്കാണ്. ഓർക്കണം, സെൽവാളിന് വെളിയിലേക്ക് 3 ഭാഗങ്ങളുണ്ടാകും. ഒന്ന് ഒരു ബേസൽ ബോഡി എന്നാണ്. പിന്നെ അടുത്തത് ഒരു ഹൂക്കാണ്. ബേസൽ ബോഡി, പിന്നെ അടുത്തത് ഒരു ഹൂക്കാണ്. പിന്നാണ് ലോങ് ഫിലമെൻ്റസ് എക്സ്റ്റൻഷൻ. ഇതാണ് ഫിലമെൻ്റസ് എക്സ്റ്റൻഷൻ. അപ്പോൾ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫിലമെൻ്റ്, നീളം കൂടിയ ഭാഗം ഏതാണ്? ഫിലമെൻ്റ്. ഇനി 2 ഹൂക്ക്, 3 ബേസൽ ബോഡി. ഓർക്കുക. അപ്പോൾ ഈച്ച് ഫ്ലജല്ലം കണ്ടെയ്ൻ 3 പാർട്സ്. ഒന്ന് ഫിലമെൻ്റ്, അതാണ് ലോങ് പാർട്ട്, പുറത്തേക്ക് കാണപ്പെടുന്ന പാർട്ട് ഫിലമെൻ്റ് ആണ്. പിന്നെ ഹൂക്ക്, പിന്നെ ബേസൽ ബോഡി.
And also it is made up of a substance or protein called flagellin. ഇത് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രോട്ടീനുണ്ട്, ആ പ്രോട്ടീൻ്റെ പേരാണ് ഫ്ലജെല്ലിൻ. ഓക്കെ, അപ്പം നമ്മൾ ഇത് എക്സ്റ്റൻഷനാണ്. ഇനി അല്ലാതെ തന്നെ ചില ഘടനകളും ഈ സെല്ലിനുള്ളിലേക്ക്, അത് മൈന്യൂട്ട് സ്ട്രക്ചേഴ്സാണ്, പുറത്തോട്ട് കാണും. അതാണ് പിലൈ. ചോദിക്കാം. പിലൈ മീൻസ് എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സാണ്. എലോങ്ങേറ്റഡ് ട്യൂബുലാർ, വലിയ ട്യൂബുലല്ല, elongated tubular structures. ഇനി ഇത് നിർമ്മിച്ചിരിക്കുന്നതും ഒരു പ്രോട്ടീനാണ്, മെയ്ഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ കാൾഡ് പിലിൻ. ഓർക്കുക, പിലിൻ എന്ന പദാർത്ഥമാണ് അതും പ്രോട്ടീൻ തന്നെയാണ്, മാംസ്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ റോൾ എന്താണ്? വിച്ച് ഹെൽപ്പ് ഇൻ മേറ്റിംഗ് പ്രോസസ്. മേറ്റിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, രണ്ട് ബാക്ടീരിയ സെല്ലുകൾ തമ്മിൽ അടുത്ത് വരും. അത് ശരിക്കും എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയലാണ്, അതിനെ റീകോമ്പിനേഷൻ എന്നാണ് പറയുക. ആ റീകോമ്പിനേഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ അടുത്ത് വരാനായിട്ട് സഹായിക്കുന്ന ഘടനയാണ് പിലൈ. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതും കൂടെയാണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിംബ്രിയെ. ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഫിംബ്രിയെ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ സെല്ലിൽ നിന്നുണ്ടാകുന്ന ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് ആണ്. ബ്രിസിൽ എന്ന് വെച്ചാൽ കുറ്റിരോമം എന്ന് പറയാം. ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ്, തന്തുക്കൾ. എന്തിനാണ് സഹായിക്കുക? വിച്ച് ഹെൽപ്പ് ടു അറ്റാച്ച് ബാക്ടീരിയ ടു റോക്സ് ഇൻ സ്ട്രീംസ് and also to the host tissues. അറ്റാച്ച് പിടിച്ചിരിക്കാൻ. ബാക്ടീരിയക്ക് റോക്സ് ഇൻ സ്ട്രീംസ്, ഒഴുക്ക്, നമ്മൾക്കറിയാം. ഇപ്പോൾ നദികളിൽ ഈ ഒഴുക്കിൽ ഇപ്പോൾ പാറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാറയിൽ പറ്റി പിടിച്ചിരിക്കാനും, അതേപോലെ ഹോസ്റ്റ് ടിഷ്യൂ, ആദ്യ ടിഷ്യൂ, ഇപ്പോൾ നമ്മളിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനും സഹായിക്കുന്ന കുറ്റിരോമം പോലുള്ള ചില ഫൈബേഴ്സാണ് ഫിംബ്രിയെ. അപ്പോൾ ഓർക്കുക, ഇപ്പോൾ മെയിനായിട്ടുള്ള ലോക്കോമോട്ടറി ഓർഗാൻ എന്ന് പറഞ്ഞാൽ ഫ്ലജല്ലമാണ്. പിന്നെ ഇത് ഫ്ലജല്ലം ഒഴികെ ബാക്കി ചില സ്ട്രക്ചേഴ്സ് കൂടെ പുറത്തോട്ട് കാണാം. ഇത് എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സാണ്. അത് ഇത്രയും നീളം ഉണ്ടാവില്ല. അത് മേഡപ്പ് ഓഫ് എ പ്രോട്ടീൻ, നെയ്മലി പിലിൻ, വിച്ച് ഹെൽപ്പ് ഇൻ മേറ്റിംഗ് പ്രോസസ് ഓർ റീകോമ്പിനേഷൻ പ്രോസസ്. ദെൻ ഫിംബ്രിയെ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് ഹെൽപ്പ് ടു അറ്റാച്ച് bacterium to rocks in streams and to the host tissues. അപ്പോൾ നമ്മൾ ഓർക്കുക, പ്രോകാരിയോട്ടിക് സെല്ല് നമ്മൾ സ്ട്രക്ചേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, ഇത് ഏറെക്കുറെ ചോദിച്ചിട്ടുള്ളതുമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് കാണുന്നുണ്ട്, ഓർക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2019 ക്വസ്റ്റ്യനാണ്. എല്ലാ പ്രാവശ്യവും ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ചൂസ് ദ കറക്റ്റ് ആൻസർ. എ സ്ട്രക്ചർ സീൻ ഇൻ ബാക്ടീരിയ സെൽ. ന്യൂക്ലിയസ്, ലൈസോസോം, പ്ലാസ്റ്റിഡ്, മീസോസോം. അപ്പോൾ എ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ സെല്ലിൽ മാത്രം കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ഇത് മീസോസോമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മീസോസോമിൻ്റെ ഫംഗ്ഷനും ചോദിക്കും. അപ്പോൾ നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ല് പഠിച്ചു കഴിഞ്ഞു, ഓർക്കുക. ഇതെല്ലാം നമ്മൾ സെൽ എൻവലപ്പ്, മോഡിഫിക്കേഷൻസ്, റൈബോസോംസ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് യൂക്കാരിയോട്ടിക് സെല്ലാണ്. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.